അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ പ്രതിഷേധ ബഹുജന കൂട്ടായ്മയിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. കാലാവസ്ഥ പ്രതികൂലമായിരുന്നാലും സംഘാടകരുടെ അതേ ആവേശത്തോടെ സദസ്സിലുള്ളവരും നിൽക്കുന്നു എന്നുള്ളത് ഈ മലപ്പുറത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ ഒരു അടയാളമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. RSSന് മരുന്നിട്ട് കൊടുക്കരുത് എന്നാണ് പിണറായി വിജയൻ പറയാറുള്ളത്. എന്നാൽ ഇപ്പോൾ സഖാക്കന്മാരെല്ലാം ചെയ്യുന്നത് RSSന് റഫറൻസ് ഇട്ട് കൊടുക്കലാണ്. എങ്ങനെ മലപ്പുറത്തെയും മലപ്പുറത്തുള്ളവരെയും ഭീകരവാദികളും തീവ്രവാദികളുമായി ചിത്രീകരിക്കാൻ എന്നുള്ളതിനുള്ള റഫറൻസുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി. ഇത് നേരത്തെ ഇവിടെ സാമൂഹ്യ ശാസ്ത്രത്തെക്കുറിച്ച് സോഷ്യോളജിയെക്കുറിച്ച് പറഞ്ഞു. ഈ മലപ്പുറത്തുകാർക്ക് സോഷ്യോളജി അറിയില്ല എന്നൊരു ധാരണയിലാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ തലമുറ മാറിയതും മാറ്റം സംഭവിച്ചതൊന്നും അറിയാത്തവർ ഇടതുപക്ഷത്തുള്ളവർ മാത്രമാണ്. മുമ്പ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അട്ടിമറിച്ചുകൊണ്ട് അതിന്റെ അനുപാതം അട്ടിമറിക്കുകയും കണക്കിൽ കള്ളക്കളികൾ അവതരിപ്പിക്കുകയും ചെയ്ത സമയത്ത് അന്ന് നമ്മൾ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്, ഈ സമുദായം കണക്കറിയാത്തവരല്ല, ഗണിതശാസ്ത്രം പഠിച്ചവരാണ് ഈ സമുദായമെന്ന്. അതുപോലെ തന്നെ പറയാനുള്ളത് സോഷ്യോളജി പഠിച്ചവർ തന്നെയാണ് നമ്മളും. ഈ കൃത്യമായി ഒരു പെട്ടിക്കോളം വാർത്തയിൽ അല്ലെങ്കിൽ ഹിന്ദു പത്രത്തിന്റെ തലക്കെട്ടിൽ പോലുമല്ലാതെ അഭിമുഖത്തിൽ 2 വരിയിൽ 3 വരിയിൽ ചേർത്ത് കൊണ്ടുവരുന്ന ആ റഫറൻസ് അതൊരു ഡോഗ് വിസിലാണ്. അത് മനസ്സിലാകേണ്ടവർക്ക് എത്തേണ്ടടുത്ത് എത്തുകയും ചെയ്യും. എന്നാൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാനും സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇത്തരം ഡോഗ് വിസിലുകളുടെ പ്രത്യേകത. മുമ്പ് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിനെ കുറിച്ച് നമ്മളേറെ ചർച്ച ചെയ്തിട്ടുള്ളത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ്. അന്ന് സഭയുടെ കീഴിലുള്ള ഒരു ആശുപത്രിയിൽ വെച്ചിട്ടാണ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. അത് കൃത്യമായൊരു മെസ്സേജ് ആയിരുന്നു, കൃത്യമായൊരു ഡോഗ് വിസിലായിരുന്നു. ആർക്കാണോ എത്തേണ്ടത് ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായി നൽകിയ ഒരു സന്ദേശം. എന്നാൽ ഇത്തരം സന്ദേശങ്ങളെയും ഇത്തരം തന്ത്രങ്ങളെയും കൃത്യമായി തിരിച്ചറിയുവാനും പൊളിച്ചെടുക്കുവാനും ഇന്ന് ഇവിടെ ഉണർന്നിരിക്കുന്ന ജാഗ്രതയോടെയുള്ള ഒരു തലമുറയുണ്ട് എന്നുള്ള കാര്യം ഇടതുപക്ഷം ഓർമ്മിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. മലപ്പുറത്തെ കുറിച്ച് അങ്ങനെ ഒരു ആരോപണം ഉണ്ടായാൽ അത് മലപ്പുറത്തുകാരോ കേരളക്കാരോ വിശ്വസിക്കാൻ പോകുന്നില്ല. അതറിയാം. വയനാട് തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ ഗാന്ധി പാകിസ്ഥാനിലാണോ മത്സരിക്കുന്നത് എന്ന് മുസ്ലിം ലീഗിന്റെ കൊടി കണ്ട് ചോദിക്കുമ്പോൾ നമ്മളതൊക്കെ ട്രോളിക്ക് കളയുകയാണ് ചെയ്യാറുള്ളത്. കേരളത്തിലുള്ളവരും മലയാളികളാരും അത് വിശ്വസിക്കുകയില്ല എന്ന് അങ്ങനെ പ്രചരണം കൊണ്ടുവരുന്നവർക്ക് അറിയാം. പക്ഷേ അവരുടെ ഉദ്ദേശം കേരളവും മലപ്പുറവുമല്ല, അത് കേരളത്തിന് പുറത്താണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ദേശീയ പത്രത്തിന് 2 വരി വാർത്ത അടിച്ചുകൊണ്ട് അല്ലെങ്കിൽ തലക്കെട്ടിൽ പോലും നൽകാതെ മലപ്പുറത്തെ കുറിച്ച് കൃത്യമായ ഒരു ആരോപണം ഇങ്ങനെ ഉന്നയിക്കുവാൻ സാധിക്കുന്നത്. ഇത് കൃത്യമായി തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ ഈ കഴിഞ്ഞ 8 വർഷക്കാലത്തുണ്ടായ ഒട്ടേറെ അനുഭവങ്ങൾ സൂചിപ്പിച്ചു, ഞാനത് ആവർത്തിക്കുന്നില്ല. ഇതിന്റെ എല്ലാം ഗുണഭോക്താക്കൾ ആരാണ് എന്നുള്ളത് സഖാക്കൾക്ക് ഇടതുപക്ഷത്തുള്ളവർക്ക് കൃത്യമായി അറിയാം. എന്നാൽ അങ്ങനെ ചെയ്തിട്ടാണെങ്കിലും അധികാരം നിലനിർത്താനാവുമോ എന്നുള്ള ശ്രമത്തിലാണ് ഇടതുപക്ഷമുള്ളത്. അങ്ങനെ കേവലമായ 1-2 തവണത്തെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി കേരളത്തിന്റെ സാമൂഹിക ഭദ്രതയെ, മലപ്പുറത്തിന്റെ സൗഹൃദത്തെ തകർക്കുവാൻ അനുവദിക്കുകയില്ല എന്നുള്ളതാണ് ഈ പ്രതിഷേധ കൂട്ടായ്മയിലൂടെ നമ്മൾ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത്തരമൊരു പരിപാടിക്ക് മുൻകൈയെടുത്ത ഇതിന്റെ സംഘാടകരെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.